മന്ത്രി വീണ ജോർജിന് ചിലർ കൃത്രിമ വിവാദങ്ങൾ ഉണ്ടാക്കി ഇകഴ്ത്താൻ പരിശ്രമിക്കുമ്പോഴും എന്താണ് കഴിഞ്ഞ 5 വർഷവും അതിനോടൊപ്പം തന്നെ പിണറായി സർക്കാർ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വരുത്തിയ മാറ്റം എന്താണെന്ന് ഒരു പ്രതികരണം വളരെ കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തും. അരിവാൾ രോഗം ബാധിച്ച വിനീതയുടെ ജീവിതാനുഭവം ഇക്കഴിഞ്ഞ 2024 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആ രോഗത്തെ തുടർന്ന് ഇടുപ്പെല്ല് മാറ്റിവെക്കാൻ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ വലിയ സർജറി നടത്തി. ആ സർജറിയിലൂടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന വിനീത പറയുന്ന വാക്കുകളിലുണ്ട് ഈ മേഖലയിലുണ്ടായ മാറ്റം എന്തെന്ന്. ഞാൻ പറ്റിയ കിടപ്പിലായപ്പം 2015 മുതൽ ഞാൻ ദയാമരണത്തെ കുറിച്ച് സെർച്ച് ചെയ്ത് എൻ്റെ ഫോണിൽ ഫുൾ ദയാമരണത്തെ കുറിച്ച് തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ ഇങ്ങനെ വേദന ഇല്ലാതെ വരില്ല, ഇങ്ങനെയായിരുന്നു എൻ്റെ സെർച്ചിങ്. പക്ഷേ എന്താ പറയുക, മാനന്തവാടി മെഡിക്കൽ കോളേജ് ഇത്രത്തോളം എന്നെ എനിക്ക് എഴുന്നേറ്റ് എല്ലാവരും ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അതാണ്. പറ്റിയ കിടന്ന കിടപ്പിലായിരുന്നു ഞാൻ. ഹിപ്പ് മാറ്റി വെച്ച എൻ്റെ ഡോക്ടർ ദൈവമേ, എല്ലാവരും DMO മേഡം, എല്ലാവരോടും മെഡിക്കൽ ടീം, എല്ലാ ഹോസ്പിറ്റലെല്ലാം എടുത്തു പറയാൻ പറ്റില്ല, എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. എനിക്കൊരു പുതിയ ജീവിതം തന്നേന്. വിനീതയുടെ പ്രിയപ്പെട്ട വിനീതയുടെ വാക്കുകൾ ഒരുപാട് പേർക്ക് പ്രചോദനമാകാനാണ്. കാരണം നമുക്ക് ജീവിതം അങ്ങനെ പ്രതീക്ഷയോടുകൂടി നമുക്കത് ചെയ്യാൻ കഴിയും, ഒന്നും അസാധ്യമല്ല. ഡോക്ടേഴ്സിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഈ വാക്കുകൾ. എന്താ പറയുക അറിയില്ല, വാക്കുകൾ കിട്ടുന്നില്ല. തീർച്ചയായിട്ടും സ്നേഹം. കേട്ടില്ലേ? ദയാവധത്തെക്കുറിച്ച് സ്വയം ചിന്തിച്ചിരുന്ന, വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് എങ്ങനെ സ്വയം യാത്രയാകാമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കുട്ടിയുടെ വാക്കുകളാണ്. ആ വാക്കുകളിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലുണ്ടായ മാറ്റം, പ്രത്യേകിച്ച് മാനന്തവാടി മെഡിക്കൽ കോളേജിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് ഏവർക്കും ചിന്തിക്കാം. പരിപൂർണമായി മാറിയെന്നല്ല, പക്ഷേ പ്രകടമായ മാറ്റങ്ങൾ ഓരോ മേഖലയിലും കാണാൻ കഴിയും. അതിനുവേണ്ടി നിസ്തുലമായ സേവനങ്ങൾ കഴിഞ്ഞ 9 വർഷം പിണറായി സർക്കാർ നടത്തിയിട്ടുണ്ട്. KK ശൈലജയ്ക്ക് പിന്നാലെ ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റ വീണ ജോർജ് നടത്തിയ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ഇതുപോലുള്ള ഒരുപാട് വിനീതമാർ അവരുടെ അനുഭവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തും. എന്തിനും ഏതിനും ഈ നാടിനെ ഇകഴ്ത്താനും ഇവിടുത്തെ സംവിധാനങ്ങൾ മോശമാണെന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുന്നവരുടെ കണ്ണിൽ ചിലപ്പോൾ ഇതങ്ങോട്ട് കയറണമെന്നില്ല. ഈ പ്രതികരണം ചിലപ്പോൾ അവരെ സംബന്ധിക്കുന്നിടത്തോളം പുറത്ത് കേൾപ്പിക്കണമെന്നില്ല. കാര്യം മറ്റൊരാളുടെ കഴിവിനെപ്പറ്റി ജനം മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് മാക്സിമം അതിനെ ഒളിപ്പിച്ച് പിടിക്കും. എന്തായാലും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് സർക്കാർ മേഖലയിൽ നിന്ന് ഇതുപോലുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലേക്കുള്ള മടങ്ങി വരവുകൾ പല വിനീതമാർക്കും ഒരുക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് കുപ്രചരണങ്ങൾ നടത്തുകയാണ്. ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് എല്ലില്ലാത്ത നാവുകളെ വാടകയ്ക്കെടുത്ത് ഒരാളെ പുലഭ്യം പറയിക്കുന്നുണ്ടെങ്കിൽ ആ പുലഭ്യത്തിന് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നതിന് പിന്നിലെ ചേതോ വികാരം ഇതുപോലുള്ള പ്രതികരണങ്ങൾ ആ മേഖലയിൽ നിന്ന് ഉയർന്ന് കേൾക്കുന്നുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാമെന്ന ചിന്ത മാത്രമാണെന്ന് നിസ്സംശയം പറയാം.